ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA സോഷ്യോളജിയിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റായ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ഓഫ് ഇന്ത്യ, സോഷ്യൽ ആൻഡ് കൊളോണിയൽ ഡിബേറ്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഇതിൽ എസ്സേ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ, or critically evaluate British colonization and its effects on developing academic field in India. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം വികസിക്കാൻ കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസവും അതിൻ്റെ പ്രഭാവവും വിശദീകരിക്കുക എന്നായിരിക്കും. മസ്റ്റായിട്ടും ഈ 6 കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? അപ്പോൾ ഫാക്ടേഴ്സിൽ ഒന്നാമത്തേത് പറയുകയാണെങ്കിൽ കൊളോണിയലിസം, രണ്ടാമത്തേത് പരിഷ്കരണവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും, മൂന്നാമത്തേത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ, നാലാമത്തേത് എമർജൻസ് ഓഫ് നാഷണലിസം, അഞ്ചാമത്തേത് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്, ആറാമത്തേത് പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഇത്രയുമാണ് ഈ 6 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 6 കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് 10 മാർക്ക് വരയ്ക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സബ് ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് നമുക്കിത് എഴുതിയാൽ മതി. അപ്പോൾ ഓരോന്നും എടുത്ത് പറയുകയാണെങ്കിൽ, ഒന്നാമത് കോളനൈസേഷൻ. കോളനൈസേഷൻ എന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കി ആ രാജ്യത്ത് ഭരണം ചെയ്യുന്ന സംവിധാനമാണ് കോളനൈസേഷൻ. ഹൗ കൊളോണിയലിസം ഇൻഫ്ലുവൻസ്ഡ് സോഷ്യോളജി. ബ്രിട്ടീഷ് റൂൾ ബ്രൗട്ട് ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്. ബ്രിട്ടീഷ് ഭരണസമിതി പുതിയ ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ഇൻട്രൊഡ്യൂസ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം അവതരിപ്പിച്ചു. എസ്റ്റാബ്ലിഷ്ഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും രൂപപ്പെട്ടു. ഹൗ റീഫോമിസ്റ്റ് ആൻഡ് റിവൈവിസ്റ്റ് മൂവ്മെൻറ്റ് ഹെൽപ്ഡ്. സോഷ്യൽ റീഫോമേഴ്സ് ലൈക്ക് രാജാറാം മോഹൻ റോയ്, ആര്യ സമാജ്. ഹൗ റീഫോമിസ്റ്റ് ആൻഡ് റിവൈവിസ്റ്റ് മൂവ്മെൻറ്റ് ഹെൽപ്ഡ്. ബംഗാളിലെ രാജാറാം മോഹൻ റായിയുടെ ബ്രഹ്മസമാജവും മഹാദേവ് ഗോവിന്ദ റാനഡയുടെ പ്രാർത്ഥനാ സമാജവും ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ നവീകരണത്തിന് തുടക്കം കുറിച്ചു. അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതി ആരംഭിച്ച ആര്യ സമാജം, വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മിഷൻ ജനതയ്ക്ക് ആത്മീയ ഉണർവ് നൽകി. രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ നേതാക്കൾ സതിയെയും ബാലവിവാഹം പോലെയുള്ള ദുരാചാരങ്ങളെയും എതിർത്തു. നവോത്ഥാനവാദികൾ പഴയ ആചാരങ്ങൾ, മൂല്യങ്ങൾ, ആദർശങ്ങൾ മുതലായവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. പഴയ കാലം മുതൽ ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രാധാന്യം നൽകി. അടുത്തതാണ് പരിഷ്കരണവാദികൾ. യുക്തിസഹവും സ്വാതന്ത്ര്യവും സമത്വവുമായ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ഈ 2 പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിലേക്ക് നയിച്ചു. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം. ഓക്കെ.